ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുറച്ച് അച്ചിങ്ങ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല നീളത്തിലെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നല്ല നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അച്ചിങ്ങ പൂവൊന്നും അധികം ഉണ്ടാവില്ലായിരുന്നു. എല്ലാം പൂവൊക്കെ പൊഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു വളം ചെയ്തായിരുന്നു. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിലേക്ക് കണ്ടോ, ആദ്യത്തെ അവസ്ഥ ഇതായിരുന്നു. നമുക്ക് പൂവൊന്നും അധികം ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവും. അതിൽ ചെറുതായിട്ടൊക്കെ കൊഴിഞ്ഞൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഞാനിതിലേക്കിട്ടൊരു വളം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ തടത്തിൽ ഒന്ന് മണ്ണ് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വേരൊന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ച് ചെയ്യണത്. ചെറുതായിട്ട് നൈസായിട്ട് മണ്ണ് മാറ്റി കൊടുക്കുക. അല്ല, വേര് പൊട്ടിയാൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ബാക്ടീരിയ കയറാനോ വൈറസ് കയറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വേര് പൊട്ടാതെ സൂക്ഷിച്ച് സ്പൂൺ വെച്ച്, പഴയ സ്പൂണായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂണല്ല, അത് വെച്ച് മണ്ണൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതാണ് വളം, ബയോഡൈറ്റ്. ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം നഴ്സറിയിലും കിട്ടും. അപ്പോൾ അതിങ്ങനെ ഒരു 2 ടേബിൾ സ്പൂൺ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആ മണ്ണ് വെച്ച് ഒന്ന് മൂടി കൊടുക്കാം. സ്പൂൺ വെച്ച് തന്നെ ആ മണ്ണൊന്ന് തട്ടി അതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് നനച്ചും കൂടി കൊടുത്തേക്കാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ അച്ചിങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല നീളത്തിൽ തന്നെ അച്ചിങ്ങ വളർന്നു വന്നിട്ടുണ്ട്.